എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ ദിവസം, ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ലീവാണ്, മക്കൾക്കും എല്ലാവർക്കും ലീവുണ്ട്. അപ്പം നമ്മളിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കേണ്ട സമയത്തേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളൊരു മാങ്ങാ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സാധനങ്ങളാണ്, മൊബൈൽ അങ്ങോട്ട് മാറി. അപ്പം നമ്മൾ ഒരു മാങ്ങാ ചമ്മന്തി അരക്കാൻ പോവുകയാണ്. ഇതാണ് മാങ്ങ. തോല് ചെത്തിയിട്ടും തോല് ചെത്താതെ അരക്കാം. സാധാരണ ഞാൻ തോല് ചെത്തിയിട്ടാണ് അരയ്ക്കാറ്. ഉള്ളി ഇന്ന് ഞാൻ തോലോട് തന്നെ എടുത്തു കേട്ടോ. ഉള്ളി, തേങ്ങ ചിരകി എടുക്കുന്നതിന് പകരം ഇങ്ങനെ പീസാക്കി എളുപ്പത്തിലെടുത്താണ്. ഇത് കരിവേപ്പില, ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കരിവേപ്പിലയാണ്. ഇത് പച്ചമുളക്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി വേണം. ഇത്രയും സാധനങ്ങൾ അരച്ചാൽ നമുക്ക് നല്ല അടിപൊളി മാങ്ങാ ചമ്മന്തി കിട്ടും. ഇപ്പം മാങ്ങാ സീസൺ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും മാങ്ങാ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പം മാങ്ങാ ചമ്മന്തി അരക്കണം. പിന്നെ ഞാനിന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വെച്ച് ഇന്നും ചോറും കറിയും തന്നെ ഒന്നും ഉണ്ടാവണ്ടെന്ന് വെച്ച് ഇതൊരു കടുമാങ്ങയാണ്. ഇതിലേക്ക് മുളക് പൊടി, പിന്നെ ഉപ്പ്, ലേശം കായം കൂടി ചേർക്കും ഞാൻ അതിനകത്ത്. കടുമാങ്ങ ഉണ്ടാക്കി വെച്ചതുണ്ട്, കുറച്ചേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണിത്. പിന്നെ നമ്മളിന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. വെജിറ്റബിൾ പുലാവ് എന്നും പറയാം, വെജിറ്റബിൾ ബിരിയാണി എന്നും പറയാം. അതാണ് ഇന്നത്തെ ഭക്ഷണം. ഇത് കണ്ടു, എളുപ്പമുള്ള കാര്യമാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബിരിയാണി പൗഡർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഉള്ള വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ മീനുണ്ട് വറുക്കാൻ. അയില വറുത്ത് വരുന്നുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. അതവിടെ മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്ന്. ചോറ്, എപ്പോഴും ചോറും കറിയും വെക്കുമ്പോൾ നമുക്ക് മലയാളികൾക്കാണെങ്കിൽ ചോറും ഒരു കറിയൊന്നും പോരല്ലോ. അപ്പോൾ നമ്മൾ ചോറ് വെക്കണം, കറി വെക്കണം, പിന്നെ അതിന് ഉപ്പേരി എന്തും വേണം, അല്ലെങ്കിൽ മീൻ വറുത്തത് വേണം, പിന്നെ പപ്പടം വേണം. അങ്ങനെ പല പല ഐറ്റംസ് വേണ്ടവരാണ് നമ്മൾ മലയാളീസ്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പം വെജിറ്റബിൾ പുലാവോ അല്ലെങ്കിൽ ബിരിയാണിയോ അല്ലെങ്കിൽ ജീര റൈസോ ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇത് സാലഡിന് വേണ്ടി മുറിക്കും. അതിൻ്റെ കൂടെ നമുക്ക് സാലഡ് ഇതുണ്ടോ, കാക്കടിയും ഉള്ളിയും പച്ചമുളകും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ലോണം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൈരാക്കി കഴിഞ്ഞാൽ അത് സാലഡായി. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആക്കുമ്പോൾ നമുക്ക് ബിരിയാണി പോലത്തെയും ഒക്കെ ആകുമ്പം ഒരു സാലഡും ഒരു അച്ചാറും ഒരു പപ്പടമൊക്കെ ആയാൽ, ഇന്നിപ്പോൾ ഒരു മാങ്ങാച്ചമ്മന്തി എക്സ്ട്രയാണ്, അതാക്കുമ്പോൾ നമുക്ക് ഭക്ഷണം റെഡിയായി. പിന്നെ ചോറും കറിയും വെക്കുകയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചോറും കറിയും തന്നെ വെക്കാറ്. അപ്പോൾ അതിങ്ങനെ വെച്ചാകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഈ പണിയാണ്. ഉച്ചയ്ക്ക് അത് വെക്കണം ഇത് വെക്കണം എന്നാകുമ്പോൾ അപ്പോൾ ഞാൻ വെച്ച് ഇന്നൊരു എളുപ്പപ്പണിയാക്കാമെന്ന് വിചാരിച്ചാണ് ഇതാക്കിയത്. പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് കഴിക്കും എല്ലാവരും. അപ്പോൾ ഞാൻ ആ മാങ്ങാ ചമ്മന്തി അരക്കട്ടെ. അപ്പോൾ നമ്മളെ കടുമാങ്ങയിലേക്ക് ഉപ്പ് പാകത്തിന്. ഉപ്പിന് ഒരിക്കലും അളവ് ആരും പറയില്ല അല്ലേ. ഉപ്പ് പാകത്തിനെന്ന് മാത്രമേ എപ്പോഴും പറയുള്ളൂ. ഓരോരുത്തരുടെ പാകം വ്യത്യാസമായതുകൊണ്ടായിരിക്കും. ഉപ്പ് മഞ്ഞൾ പാകത്തിനൊന്നോ അല്ലെങ്കിൽ മുളക് പൊടി പാകത്തിനൊന്നും ആരും അങ്ങനെ പറയില്ല. എല്ലാവരും ഉപ്പ് മാത്രം പാകത്തിന്. മുളക് പൊടി, ലേശം കായപ്പൊടി, കുറച്ച് മതി, വളരെ വളരെ കുറച്ച്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വെള്ളം കുറച്ച് ഊറി വരും. കാരണം ഇത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, മാങ്ങയിൽ ഉപ്പിട്ടിട്ടാകുമ്പം അത് കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. ഇതാണ് കടുമാങ്ങ. അപ്പോൾ നമ്മൾ ഈ കുപ്പിയിലുള്ള കടുമാങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ കടുമാങ്ങക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലുള്ള കടുമാങ്ങയും കൂടി നമ്മൾ ഇതിലേക്ക്, ഇത് ഇന്നലെ ഉണ്ടാക്കിയ കടുമാങ്ങയാണ്, അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇന്നത്തതും ഇന്നലത്തതും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. കടുമാങ്ങയൊക്കെ ഉണ്ടായാൽ നമുക്ക് എന്തിൻ്റെ കൂടെയും ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ കടുമാങ്ങ കുപ്പിയിലിട്ട് വെച്ചു. കുപ്പി നിറച്ച് കഴിയില്ലേ, ഇപ്പം കുപ്പി നിറയാക്കിയിട്ട് വെച്ചു. മീൻ വറുത്ത് വെച്ചു, നല്ല ഡിസൈനായിട്ട്
വറുത്ത് വെച്ചു. ഇനി നമ്മൾ ഇത് അരക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം മാങ്ങ, പിന്നെ തേങ്ങ. ഇത് മുഴുവൻ ഇടണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചേ ഇട്ട് കാണിക്കുന്നുള്ളൂ. ഇത് ഉള്ളി, ഇത് പച്ചമുളക്, ഇത് കറിവേപ്പില. ഈ സാധനം ബാക്കിയുള്ളതും കൂടി ഞാൻ അതിനകത്ത് ഇടും കേട്ടോ. എന്നിട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടു. ഉപ്പ് കൂടി പോണ്ട, പിന്നെ മാങ്ങ ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അരച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ മാങ്ങാ ചമ്മന്തി അരച്ചു കഴിഞ്ഞു. ഇതാണ് മാങ്ങാ ചമ്മന്തി. മാങ്ങാ ചമ്മന്തി ഒരുപാട് അരഞ്ഞ് ഇതാവരുത്, ഒരു വിധം അരയാൻ പാടുള്ളൂ. ഇത് അരച്ച് കഴിഞ്ഞു. ഇതൊരു ഒരു ചെറിയ പാത്രത്തിലേക്കാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം, ആവശ്യമുള്ളപ്പോൾ എടുക്കാം. രാത്രിയൊക്കെ കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തി. അങ്ങനെ നമ്മളുടെ മാങ്ങാ ചമ്മന്തിയും ടിഫിനിലാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ സാലഡാണ്. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും സാലഡിന്. തൈര് ഒഴിച്ചിട്ടില്ല, നമ്മൾ കഴിക്കേണ്ട സമയത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചു തൈര്. ഇല്ലെങ്കിൽ ചിലപ്പം തൈരിനൊരു നേർത്ത് പോകും ഇതിൽ ഒഴിച്ചിങ്ങനെ വെച്ചാൽ. അപ്പം കഴിക്കേണ്ട സമയമാകുമ്പോൾ ഇത് മല്ലിച്ചപ്പം കൂടി അതിന് മേലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. കഴിക്കുന്ന സമയത്തുള്ള ഫോട്ടോ എല്ലാവരെയും കാണിക്കാം. ഓക്കെ, അപ്പം ശരി എന്നാൽ. ഓക്കെ, അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. നമ്മൾ ഊണ് കഴിക്കേണ്ട സമയമായി. ഇതാണ് നമ്മളുടെ വെജിറ്റബിൾ പുലാവ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി. ഇത് സാലഡ്, ഇത് മാങ്ങാ ചമ്മന്തി, ഇത് കടുമാങ്ങ, ഇത് മീൻ വറുത്തത്, അയിലയാണ്. അങ്ങനെ ഭക്ഷണമായി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം